അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സാംസങ് ഗാലക്സി A05 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ഒരു റിവ്യൂ ആണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 6 മാസമായിട്ട് ഈ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഈ ഒരു ചാനലിൽ ഈ ഒരു ഫോണിനെ പറ്റി പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിത് ഏകദേശം നമ്മൾ വാങ്ങിയത് ഓഫ്ലൈൻ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിയത്, നമ്മൾ ഓൺലൈനിൽ നിന്നല്ല. മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിയതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഏകദേശം 6 മാസമായിട്ട് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം സാംസങ് S8ൻ്റെ ഏകദേശം ആ ഒരു ഇത്രയും വർഷമായതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഫോണിനുള്ളത് കൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് ഈ ഒരു ഫോണാണ് ഉപയോഗിക്കാറ്. A05 ആണ് ഉപയോഗിക്കാറ്. അപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് നേരിട്ട് പോവാം. അപ്പോൾ നമ്മളിതിനകത്ത് മേജറായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് പറയുന്നുള്ളൂ. നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അൺബോക്സ് കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അത് നിങ്ങൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് തോന്നിയ എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫോൺ നിങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഗാലക്സി S8 സാംസങ് ഗാലക്സി S8 എന്ന് പറഞ്ഞ S സീരീസ് ഉപയോഗിച്ചതിന് ശേഷം A സീരീസിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡൗൺ ഗ്രേഡാണ് സംഭവിച്ചിരിക്കുന്നത്, അപ്ഗ്രേഡ് അല്ല. അപ്പോൾ അതിനകത്ത് സോഫ്റ്റ്വെയർ ഏകദേശം നമുക്ക് ആൻഡ്രോയിഡ് 9 ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആൻഡ്രോയിഡ് 14ലേക്ക് മാറി. അപ്പോൾ അങ്ങനെ സോഫ്റ്റ്വെയറിൽ തന്നെ ഭയങ്കര ഒരു ജമ്പിങ് വന്നിട്ടുണ്ട്. 9 നേരെ 14ലേക്ക് ചേഞ്ച് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഹോണസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നുള്ളൂ. നമ്മൾ ഇത് പെയ്ഡ് പ്രൊമോഷനും അല്ല, അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫോൺ ആരും റിവ്യൂ ചെയ്യാനും തന്നല്ല, നമ്മുടെ സ്വന്തമായിട്ടുള്ള പ്രോഡക്റ്റാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹോണസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്, എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്കിതിനകത്തൊരു മാറ്റം പെട്ടെന്ന് തന്നെ ചേഞ്ചസ് ആയിട്ട് തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തന്നെയാണ് മെയിനായിട്ട് നമുക്ക് മേജറായിട്ട് വരുന്ന ഒരു ഡിഫറൻസ്. ഒരുപാട് സെറ്റിങ്സിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മേജറായിട്ടൊരു മാറ്റം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബാറ്ററിയിലാണ്. ബാറ്ററി നമുക്ക് 5000 mAh ബാറ്ററിയാണ് A05 നമുക്ക് ലഭിക്കുന്നത്. അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ നമുക്ക് ഏറ്റവും പുതിയ സോഫ്റ്റ്വെയർ ലഭിക്കുന്നുണ്ട്. 4GB 64GB ആണ് ഇതിൻ്റെ മെമ്മറി കപ്പാസിറ്റി. 4GB റാമും അതുപോലെ 64GB റോം വരുന്നുണ്ട്. ഏകദേശം ഒരു 2000 ഫോട്ടോസൊക്കെ നമുക്കിതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും ഈ ഒരു ഇൻറ്റേർണൽ മെമ്മറിയിൽ തന്നെ. പിന്നെ നമ്മുടെ പ്രൊസസ്സർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മീഡിയാടെക്കിൻ്റെ ഹെലിയോ G85 എന്ന് പറഞ്ഞ പ്രൊസസ്സറാണ് വരുന്നത്. ഒക്ടാ കോർ 2 GHz നമുക്ക് ആ ഒരു പ്രൊസസ്സറും കാര്യങ്ങളെല്ലാം ലഭിക്കുന്നുണ്ട്. ഹാങ് അങ്ങനെ അധികം ഒരു ഹാങ് വരുന്നില്ല, ഒരുപാട് അങ്ങനെ ഹാങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ നമുക്ക് സിസ്റ്റം കുറച്ച് സ്ലോ ആണ്. അപ്പം നമ്മളൊരു S സീരീസൊക്കെ ഫോൺ ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് വരുന്ന ആൾക്കാർക്ക് അതുപോലെ തന്നെ കുറച്ച് സ്ലോ ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഇതിൻ്റെ റിയർ ക്യാമറ നോക്കുകയാണെങ്കിൽ മെയിൻ ക്യാമറ നമുക്ക് 50 മെഗാ പിക്സലിൻ്റെ ക്യാമറ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് കാണുന്ന സെക്കൻഡറി ക്യാമറ 5 മെഗാ പിക്സലിൻ്റെ ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 6.7 ഇഞ്ചിൻ്റെ PLS LCD സ്ക്രീനാണ് വരുന്നത്. അതുകൊണ്ടെല്ലാം തന്നെ നമുക്ക് നിങ്ങളൊരു ഓൺലൈനായിട്ട് കണ്ടൻറ്റ് അതുപോലെ തന്നെ യൂട്യൂബ് അതുപോലെ മൂവീസൊക്കെ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഫോണാണിത്. കാരണം ആ ഒരു വലിയ ഒരു LCD സ്ക്രീൻ ഇതിന് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ S8 നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന AMOLED സ്ക്രീനായിരുന്നു, പക്ഷേ ഇത് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ സ്ക്രീനാണ് വരുന്നത്, LCD സ്ക്രീനാണ് വരുന്നത്. പിന്നെ നമുക്ക് ചാർജ് എല്ലാം തന്നെ ഏകദേശം ഒരു 1.5 ദിവസമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ഫുൾ ചാർജ് ചെയ്തിട്ട് നമ്മൾ വൈഫൈ മാത്രം കണക്ട് ചെയ്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഏകദേശം ഒരു 2 ദിവസമൊക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട്. മൊബൈൽ ഡാറ്റയൊക്കെ നമ്മൾ ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയൊന്നും കിട്ടില്ല ചാർജ്. പിന്നെ അതുപോലെ തന്നെ വോൾട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4G വോൾട്ടാണ്, നമുക്ക് 5G സപ്പോർട്ടിങ് വരുന്നില്ല, 4G വരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഡ്യുവൽ സിം സപ്പോർട്ട് ചെയ്യും. പിന്നെ നമുക്ക് എക്സ്പാൻഡബിൾ മെമ്മറി കാർഡ് നമുക്ക് സപ്പോർട്ട് ചെയ്യും, മെമ്മറി കാർഡ് ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഓഡിയോ ജാക്ക് വരുന്നുണ്ട് ഇതിനകത്ത്. നമുക്ക് ഹെഡ്സെറ്റ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. നമുക്ക് ക്വിക്ക് ചാർജിങ്ങിലുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ബോക്സിനകത്ത് കിട്ടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സിം എജക്ടറിൻ്റെ പിന്നുണ്ട്, പിന്നെ യൂസർ മാനുവൽ ഉണ്ട്, പിന്നെ ട്രാവൽ അഡാപ്റ്റർ ഉണ്ട് ചാർജ് ചെയ്യാനുള്ള, പിന്നെ മൊബൈൽ. അങ്ങനെ 4 കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ബോക്സിനായിട്ട് ലഭിക്കുന്നത്. സാംസങ്ങിൻ്റെ 1 ഇയർ വാറണ്ടി നമുക്ക് ഇതിന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പാക്കേജ് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസിന് നല്ലൊരു പാക്കേജായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ ഏകദേശം 8,999 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 9,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ ഒരു മീഡിയം റേഞ്ച് ആയിട്ടുള്ളൊരു ഫോണാണത്. നമുക്ക് സ്റ്റാർട്ടിങ് ഒരു സീരീസാണ് A സീരീസ് വരുന്നത്. ഇതിൻ്റെ ഒരു S വേരിയൻറ്റും വരുന്നുണ്ട്. ഇത് വെറും A05 ആണ്. ഇത് കഴിഞ്ഞാൽ A05S വരുന്നുണ്ട്.
ഓവറോൾ നമുക്ക് ഈ ഒരു ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു പ്രോഡക്റ്റ് ആണ്. പിന്നെ നമുക്ക് കുറച്ചുകൂടി പെർഫോമൻസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇതിൻ്റെ നെക്സ്റ്റ് ലെവൽ ഫോണൊക്കെ എന്ന രീതിയിൽ വേറെ ഫോണുകളൊക്കെ ഒരുപാട് നമുക്ക് ഈ ഒരു പ്രൈസ് തന്നെ നമുക്ക് വേറെ ബ്രാൻഡുകളുടെ ഫോണുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ ഒരു ക്വാളിറ്റി കാര്യങ്ങൾ അതുപോലെ ലോങ് ടൈം യൂസിനാണ് നിങ്ങൾ ഫോൺ നോക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റിയൊരു ഫോണാണ് ഈ ഒരു മൊബൈൽ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ ഒരു ഫോണിൻ്റെ മേജറായിട്ടുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. നല്ലൊരു പാക്കേജാണ്. മൊത്തത്തിൽ ഓവറോൾ നമുക്ക് ഒരു ബഡ്ജറ്റ് പ്രൈസിൽ വാങ്ങാൻ പറ്റിയൊരു ഫോണാണ്. വേറെ അങ്ങനെ മേജറായിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊന്നും എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഫോണിനെ പറ്റി പറയാനുള്ള വീഡിയോ. ഈ ഒരു ഫോണുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് കോമൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രൈബ് നമുക്ക് ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെയുള്ളൂ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.